മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും സംയുക്തമായി പ്രൊജക്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു. റബ്കോ പ്രൊജക്ട് മാനേജറും മട്ടന്നൂർ പോളിടെക്നിക്കിലെ BOG മെമ്പർ കൂടിയായ MK ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ K ഷാമില അധ്യക്ഷയായി. ഒരു സിലബസിന്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് ആ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രം അറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിയുന്നത്. അപ്പോൾ ഇതുപോലെ പല ഗ്രൂപ്പുകളിലെ പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലുള്ള പ്രോജക്റ്റുകളെല്ലാം തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്ന ആശയം ഇപ്പം മട്ടന്നൂർ പോളിടെക്നിക്കിൽ നടത്തുന്ന പോലെ പല എഞ്ചിനീയറിംഗ് കോളേജിലും പല പോളിടെക്നിക്സിലും ഇപ്പം നടത്തുന്നുണ്ട്. ഇതൊരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു ബാച്ച് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ചെറിയ ന്യൂനതകളും ചെറിയ അഡ്വാൻറ്റേജസ് എല്ലാം തൊട്ടടുത്തിരിക്കുന്ന പ്രോജക്റ്റ് ചെയ്ത ആളുകൾക്ക് നോക്കി മനസ്സിലാക്കാനും പഠിക്കാനും അതിൽ വേണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ പ്രോജക്റ്റ് ഞാൻ കണ്ടിട്ടില്ല, എക്സ്പോ ഞാൻ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. മെക്കാനിക്കൽ വിഭാഗം തലവൻ T രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇലക്ട്രിക്കൽ വിഭാഗം തലവൻ R രജിത്ത്, ഡിപ്പാർട്ട്മെന്റ് തലവന്മാരായ P റോഷൻ, ഡോക്ടർ P അനിത, സീനിയർ സൂപ്രണ്ട് M മുസ്തഫ, അസോസിയേഷൻ പ്രതിനിധി NK ശ്രീരജ്, VP രൂപേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകരായ KP ഹരീന്ദ്രൻ, MK ബാബു എന്നിവരെ ആദരിക്കുകയും മെക്കാനിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പരിപാടിയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നൽകി. തുടർന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനും പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികളുടെ നൂതനവും വൈവിധ്യവുമായ വിവിധതരം പ്രൊജക്റ്റുകളുടെ പ്രദർശനവും നടത്തുകയുണ്ടായി. വേസ്റ്റ് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നിന്ന് 3D പ്രിൻ്റർ ഫില്ലിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റും ഓട്ടോമാറ്റിക് ഗ്രാസ് കട്ടിംഗ് മെഷീൻ എന്നിവ ശ്രദ്ധേയമായി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.